മോഡിന്റെ നാട് ഉഷാറാക്കിട്ടാ. ഇവിടുത്തെ ആൾക്കാർ ഈ സ്റ്റാഫല്ലേ ഭയങ്കര മറ്റതാണ്. എന്ത് 10 ദിവസം ഏകദേശം എല്ലാവരും കാശ്മീറൊക്കെ എത്തിയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മളിപ്പോ ഗുജറാത്തിലാണ്. ഫുൾ എക്സ്പ്ലോർ ആണ് ഗായ്സ്. ബഗ്ഗിയിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. मेरा नाम दिव्यम ദിവ്യം पार्थ Are you study? Are you study? Do you know English? English मालूम? English मालूम? नहीं. हिंदी मालूम? गुजराती? नहीं समझ आ रही आपको? നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഗുജറാത്തിലെ നമ്മുടെ ചോട്ടാ സബ്സ്ക്രൈബേഴ്സ്. നമുക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്. ഗുജറാത്തിൻ്റെ മണ്ണിൽ നമുക്ക് ആളായി. കോമഡിയാണ് കേട്ടോ. ഇവർ നമ്മളിങ്ങനെ ബ്ലോഗ് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇവർക്ക്. ഇവർ ബ്ലോഗിൽ വരുമെന്ന് അറിഞ്ഞിട്ട് ഇവർ എന്നോട് ഐഡിയ ഇതൊക്കെ വാങ്ങി. ഇങ്ങനെ കുറേ അടുത്തുണ്ടായിരുന്നു. ഒരു ചങ്ങായി ഇങ്ങനെ നമ്മളെ ഫോട്ടോ ഇതൊക്കെ എടുത്തിട്ട് എപ്പോഴാ ബ്ലോഗ് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ചോദിച്ചിട്ട് എന്തായാലും സന്തോഷമാണ്. മുസാഫിറാണ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഗുജറാത്തിലാണുള്ളത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തത് ഇവിടെയാണ്. ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഞങ്ങളുടെ റൂം ഇതായിരുന്നു ഞങ്ങൾ ഇന്നലെ നൈറ്റ് സ്റ്റേ ചെയ്തത്. ഇന്നും സ്റ്റേ ചെയ്യുന്നത് ഞങ്ങൾ ഇവിടെ തന്നെയാണ്. അപ്പോൾ ഒന്ന് ലോക്കൽ ഏരിയകളൊക്കെ ഒന്ന് കറങ്ങി അവിടുത്തെ കാഴ്ചകൾ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ലോക്കൽസിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ കഴിക്കാൻ പോലെ. ഫസ്റ്റ് നമ്മൾ ഇത്ര ദിവസം പോയിട്ട് നമ്മൾ ഫുഡിൻ്റെ കാര്യം കുറേ നമ്മൾ ഉൾപ്പെടുത്താൻ മറന്നുപോയി. അപ്പോൾ ഇന്ന് ഫുഡിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് എന്താണ് ഫുഡ് കഴിക്കുന്നത് എന്നുള്ളത്. ഇത് ഗുജറാത്ത് താളി. ഇത് ഗുജറാത്ത് താളി. ഇതിലെന്താ റൈസ് ഉണ്ട്, ദാൾ കറിയുണ്ട്, പിന്നെ റൊട്ടി ഉണ്ട്, പിന്നെ ഇതെന്താ പനീർ, പിന്നെ വേറൊരു സാധനം കൂടി ഒരു പപ്പടം. അതേതിടാ ഹസ്ബേ? പഞ്ചാബ് താളി. അതിൽ കുറേ മിക്സർ മിക്സ് അങ്ങനെ എക്സ്ട്രാ അതൊന്നാണ് അതിലുള്ളത്. പിന്നെ ഇതേതിടാ? ഇത് സാധാ താളിയാണ്. ഇത് നോർമൽ റെഗുലർ താളിയാണ് ഈ കഴിക്കുന്നത്. മിക്സറുണ്ട്, ചന ഉണ്ട്, ഒരു ദാളുണ്ട്, റൈസ്. ഇതാണ് നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിൻ്റെ റെയിൽവേ. എക്താനഗർ റെയിൽവേ സ്റ്റേഷനാണ് ഇത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളത്. എന്താ പറയുക, ഒരു വേറെ തന്നെ കേട്ടോ. അത്യാവശ്യം നല്ല സെറ്റപ്പാണ് ഇവിടുത്തെ ഈ ഒരു റെയിൽവേ എന്ന് പറഞ്ഞാൽ. ഒന്ന് നമ്മൾ റെയിൽവേ ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് ഇവിടെ ഇറങ്ങിയതാണ്. ഇത് ലുക്കൊക്കെ നോക്കി ഇവിടുത്തെ സെറ്റപ്പാണ് കേട്ടോ. കാരണം ഇത് വേൾഡിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമ ആയതുകൊണ്ട് തന്നെ ടൂറിസ്റ്റും മറ്റവരൊക്കെ വരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. പൊളിയാണ്. ഇന്ത്യൻ്റെ ഫ്ലാഗ്. മോഡിന്റെ നാട് ഉഷാറാക്കിട്ടാ. ഇതാണ് റെയിൽവേ. ഇതാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷന്. ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടൊരു എന്താ പറയുക, കൽക്കരിൻ്റെ മറ്റേ നമ്മുടെ പഴയ വിൻറ്റേജ് മോഡൽ ട്രെയിനാണ് ഇവിടെ. ഇതെങ്ങോട്ട് പോകുന്ന പറഞ്ഞേ? അഹമ്മദാബാദ്. ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഒരുക്കിയ ട്രെയിനാണിത്. 4 AC കമ്പാർട്ട്മെന്റ് മാത്രമുള്ള കൽക്കരി ട്രെയിനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിന്റെ പരിസര പ്രദേശങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങാണ്. ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ കാണാൻ. നമ്മുടെ ഈ ഒരു പട്ടേലിന്റെ പ്രതിമ കൂടാതെ ഇവിടെ എന്തൊക്കെയോ ഉണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ അല്ലേ. കുറേ റിവർ റാഫ്റ്റിങ്, പിന്നെ ബോട്ടിങ്, പിന്നെന്താ ട്രക്കിങ്, എന്തൊക്കെയോ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് ജംഗിൾ സഫാരി, കുറേ എന്തൊക്കെയോ എക്സ്പ്ലോർ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇവിടെ വരികയാണെങ്കിൽ അതൊക്കെ കണ്ടുപോകാൻ ശ്രമിക്കുക. ഞങ്ങളെ പോലെ ഇപ്പം ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആരും ഉണ്ടാവില്ല. കാരണം ഇത്ര ദിവസം അല്ലേ എടാ 10 ദിവസമല്ലോ ഇങ്ങനെ 10 ദിവസം ആകുമ്പോൾ ഏകദേശം എല്ലാവരും കാശ്മീരൊക്കെ എത്തിയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മളിപ്പോ ഗുജറാത്തിലാണ്. ഫുൾ എക്സ്പ്ലോർ ആണ് ഗായ്സ്. എന്ത് കാണണമെന്നുണ്ടെങ്കിലും നമ്മൾ നേരെ ഇവിടെ വരെ ഇവിടെ ഒരു പാർക്കിംഗ് സെക്ഷൻ ഉണ്ട്. ഇവിടെ വന്നാൽ നമുക്ക് എവിടെ പോകാനുള്ള ഓട്ടോറിക്ഷയും ബസ്സും ഒക്കെ നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുക. അപ്പോൾ ഞങ്ങളിപ്പോൾ റിവർ റാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഞങ്ങളെ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്യേണ്ടി വന്നു. ഇവിടെ പാർക്ക് ചെയ്ത് ഇവിടുന്ന് നമുക്ക് വേറെ വണ്ടി കിട്ടും. വലിയ റേറ്റ് ഒന്നുമില്ല ഇവിടുന്ന് വണ്ടിയിൽ പോകാൻ വേണ്ടിയിട്ട്. ഒരു 4 കോൺ ഐസ്ക്രീം എടുത്തിട്ടോ. ചെറിയ ചൂടുണ്ട്, ഇപ്പം ആ ചൂട് പോയി. ചൂടത്ത് കോൺ ഐസ്ക്രീം കഴിക്കാൻ നല്ല രസം ഉണ്ടാവില്ലേ? ഇപ്പോൾ വീട് കേട്ടോ. ഇക്രോസ് എന്ത് ഇക്രോ നീ മുണ്ടാത്ത? നിന്റെ ഫാൻസിനെല്ലാം ബേജാറട്ടോ നീ മുണ്ടാത്ത? ഇവിടുത്തെ ആൾക്കാർ ഈ സ്റ്റാഫല്ലേ ഭയങ്കര മറ്റതാണ്. എന്ത് ഒരു കടക്ക് നമ്മളോട് കടക്ക് ഐസ്ക്രീം കഴിക്കാൻ കേട്ടോ. കോൺ ഐസ്ക്രീം. ഇവിടെ സൈക്കിൾ ഉണ്ടല്ലോ, എടുത്ത് ചവിട്ടിയാലോ? ഗോ ഗ്രീൻ പെഡലി സൈക്കിൾ സെറ്റ്. ഇതാ അറ്റ് ലാസ്റ്റ് നമ്മൾ ജംഗിൾ സഫാരി പോകാനാണ് തീരുമാനിച്ചത്. ബാക്കിൽ കാണുന്നുള്ളതാണ് ടിക്കറ്റ് കൗണ്ടർ. ഏകദേശം ഒരാൾക്ക് 200 ആണ് ജംഗിൾ സഫാരിക്ക് വരുന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ജംഗിൾ സഫാരിയുടെ വിശേഷങ്ങൾ നമുക്ക് കാണാം. നമ്മൾ ആദ്യം അവിടെ നിന്ന് ഇറങ്ങിയത് ഇവിടുത്തെ ലോക്കൽ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. അവിടുത്തെ ലോക്കൽ കുറച്ച് കുട്ടികൾ വരാമെന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ അവരെ കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ നേരെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിൻ്റെ പാർക്കിങ്ങിലേക്ക് വന്നതിന് ശേഷം ഇവിടെ റാഫ്റ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പോവാണ്. ഓക്കെ, ഇക്രുവാണ് നിങ്ങൾ സ്വന്തം. പിന്നെ നമ്മളിപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിൻ്റെ അകത്ത് തന്നെയാണുള്ളത്. നിലവിൽ ഞങ്ങളിന്ന് ജംഗിൾ സഫാരിക്കാണ് പോകുന്നത്. ഇനിയുള്ള കാഴ്ചകൾ ജംഗിൾ സഫാരിയിലൂടെ കാണാം. ബസ്സിലാണ്. ഓക്കെ, പോയിക്കോളൂ ഗൈസ്. AC ബസ്സാണ്. ഓക്കെ, അങ്ങനെ അഗൈൻ ഞങ്ങൾ വീണ്ടും പട്ടേലിന്റെ സ്റ്റാച്യുവിന്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. ബാക്കിൽ കാണുന്നുണ്ടോ എന്നറിയില്ല. കാണുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ജംഗിൾ സഫാരിക്ക് വേണ്ടി വന്നതാണ്. ഈ ബാക്കിൽ കാണുന്നുള്ളതാണ് ജംഗിൾ സഫാരിയുടെ എൻട്രൻസ്. ഇന്നത്തെ വീഡിയോക്ക് ഒരു 125 രൂപയുടെ വിലയുണ്ട് കേട്ടോ. അതായത് ഈ ജംഗിൾ സഫാരിൻ്റെ വീഡിയോ ഇവിടെ പകർത്തണമെന്നുണ്ടെങ്കിൽ ക്യാമറ ചാർജ് കൊടുക്കണം. പേഴ്സൺ ഒരാൾക്ക് 200 ആണ്. പക്ഷേ ക്യാമറയ്ക്ക് 125. ഓക്കെ, നോക്കാം ഇവിടുത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നോക്കാം. ജംഗിൾ സഫാരിക്കുള്ള ഇതിനെന്താടാ ബഗ്ഗിന്നല്ലേ? നല്ല സ്പീഡ് ഉണ്ടല്ലോടാ. അപ്പോൾ ബഗ്ഗിയിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നടന്നിട്ടുകൊണ്ട് ആവശ്യമൊന്നുമില്ല, എല്ലാ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 200 രൂപക്കുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ കാട്ടുപോത്താ? അത് പന്നിക്കുണ്ടായ കുതിരയെന്ന് തോന്നുക. ആ സൈഡ് എന്താ ഉള്ളത്? മയിലല്ലടാ, മറ്റെന്ത് ഒട്ടകപക്ഷിയാ? എമ്മുവാ? നോക്കടാ ആ സമയത്ത് എന്തെല്ലാം ഉണ്ടോ? കാണുന്നുണ്ടോ ഗൈസ്? ജിറാഫ് എടുത്തോ. ജിറാഫ് ഇവിടെ ഉണ്ട്. ഇതിലൊന്നും കാണുന്നില്ലടാ, നമുക്ക് കാണുന്നല്ലാതെ. ജിറാഫ് ഉണ്ട് അവിടെ. വൈൽഡ് ബീസ്റ്റ് ആണ് കണ്ടത്. എന്ത് അങ്ങത്തല്ലേ? അതാദ്യമായിട്ടുണ്ടത് കേട്ടോ. ഇത് ഒട്ടകപക്ഷി. ഒറിക്സ് ആണ് നമ്മുടെ റൈറ്റ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജിറാഫ് നെയ്യേ zebra. ഇവിടെ കൈ ഇവിടെ ഒന്നുമില്ല. ഇക്രു തല്ലുകൊള്ളും ഒറ്റക്ക് വന്നേന്ന് അറിഞ്ഞിടാവേ. ഇതെന്ത് ഇവിടെ എന്ത്?
मंकी है ഗോറില്ല किधर है मंकी एड़ा मंकी എടാ വാടാ ഇങ്ങോട്ട് नहीं देखा नहीं देखा भाई नहीं देखा the मंकी എടുത്തിട്ടുണ്ട് guys അല്ലാഹുടെ മുത്ത കൂടോ ഇരിക്കടാ मंकी को है मंकी किधर है भाई मंकी नहीं है भाई ഇപ്പത്തല്ല ഭായി 200 പോകല്ലോ ഇപ്പൊ അതിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയി കാണാനാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. പക്ഷെ ചങ്ങായി ഒറ്റെടുത്ത് പോലാണ് റേസിങ്ങിനറ്റ എടാ നല്ല ഇരിക്കുക. റേസിങ്ങിന്റെ ഡ്രൈവറാണ് ഇപ്പൊ കൂടെ ഉള്ളത് തോന്നുന്നുണ്ട്. അപ്പൊ കാഴ്ചകളൊന്നും കാണുന്നില്ല. ചങ്ങായി ഇതേരെ പോകുന്നുണ്ട്. ₹200 യാത്ര അവസാനിച്ചെന്ന് തോന്നുന്നു. വണ്ടി ഞങ്ങളെ പകുതിയിൽ ഇറക്കിയിട്ട് പോയിട്ടോ. ഇനി നടന്നു കാണാനുള്ള കാഴ്ചകളാണെന്ന് തോന്നുന്നു. ഇതെവിടെ എന്താ ഗറിയൽ മുതല ചീങ്കണ്ണി എന്ന് പറയുന്നേ മുതല ഇങ്ങനെ കൊണ്ടിട്ടതിനൊക്കെ കുഴപ്പമില്ലല്ലോ അല്ലേ? ചങ്ങായിക്ക് തിന്നാൻ കൊടുക്കുന്നതിന് ഇഷ്ടം തോന്നുന്നല്ലോ മുതലക്ക്. ചങ്ങായി വന്നിട്ട് കാണുന്നില്ല. ശമ്പളം മേങ്ങുന്നതിനനുസരിച്ച് ജോലി ചെയ്യണ്ട മുതല. അമ്മ ഒളിച്ചു നിന്നാടോ ഇന്നത്തെ ഭക്ഷണം കട്ടാക്കാൻ പറയണം. ഇക്കുറി ഫുള്ളാണ് ഫുള്ളോൺ. കെബീറ നിന്നെ എല്ലാരും കാണുന്നില്ല എന്ന് അറിയുന്നുണ്ട് ബ്ലോഗില്. കെബീർ ഓടത്തോ നോക്കുന്നുണ്ട്. കെബീർ ഫാൻസിന് ഇവിടെ ഓൾറെഡി കാടുണ്ട്. അപ്പോൾ ആ കാടിന് മുന്നിൽ ഇവര് ഉണ്ടാക്കിയതായ ഒരു ഫോറസ്റ്റ് ആണ് അല്ലേ? ഇവര് മാനിപ്പുലേറ്റ് ചെയ്ത് അതെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു ഫോറസ്റ്റ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ബാക്ക് സൈഡ് മൊത്തം ഫോറസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ മുമ്പിൽ ഇവര് എന്താ പറയാ അത്യാവശ്യം ടൂറിസ്റ്റുകൾക്കൊക്കെ വരാൻ പറ്റുന്ന രൂപത്തിൽ ഇവർ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആസിഫ് ഭായ് തിരക്കിലാണ്. ആസിഫ് ഭായ് വൈഫ് കാണുന്നുണ്ട്. മുതല ഇവിടെ ഉച്ചുറക്കത്തിലാണ്. നമുക്ക് ആളെ കണ്ടു കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാ നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടോന്ന് അറിയില്ല. അവിടെ ആ കല്ലിന്റെ ഇടയിൽ സാധനമുണ്ട്. ഇതാ ഇവിടെ കാണുന്നുണ്ടോ? നമ്മുടെ ड्राइवर स्पॉट पर नाम क्या है भाई? अरेश अरेश जाओ स्पीड नहीं जाओ ഓൺ പ്ലീസ്. അയ്യോ അവിടെ ഓണിന്റെ ബോർഡ് ഇട്ടിട്ടുണ്ട്. ഇതെങ്ങോട്ടാണ് ഇപ്പൊ പോന്നെ? അവിടെ നമ്മള് മുതല കണ്ടു. പിന്നെ എന്തിനാ മുതല തന്നെ ആദ്യമായിട്ട് കണ്ട്? ലാഭമുണ്ട് അല്ലേ? എന്തായാലും നമ്മ ഇതിൽ യാത്ര ചെയ്യുന്നില്ലടാ. അതിനുള്ള പൈസ കൊടുക്കണ്ടേ? സീമിടാ എവിടക്കോ കേറാണ് കേട്ടോ. അതെങ്ങനെയൊക്കെയാ ഒരു മോർച്ചറിയിലൊക്കെ പോകുന്ന പ്രതീതിയാണ്. ബേർഡ്സാ ബേർഡ്സ് ഇത് പൊളിച്ചിട്ടോ. ഇവിടെ ബേർഡ്സാ പച്ച വെച്ചിട്ട് കാണുന്നില്ലടാ. യെസ് മോനെ ഇത് നോക്കിയതാ. ഇവിടെ മൊത്തം എന്താ ഇതിന്റെ പേരൊന്നും അറിയില്ല കേട്ടോ. ബോർഡ് കാണുന്നുണ്ട്. മൊത്തം ഫോട്ടോഷൂട്ടിന് നിന്നതുപോലെ എല്ലാരും ഇങ്ങനെ കുളിച്ച് റെഡി ആയി നിന്നിട്ടുണ്ട്. അവസാനം ഇപ്പൊ പൊക്കും. എന്റെ മോനെ ചങ്ങാനൊന്നും
ചങ്ങനെ നോക്കിയതാ. ഓ നോക്കണതാ. ഇക്രുതാ, ഇത് നിന്നെ മാത്രം ഉദ്ദേശാണ്. ഇക്രു അക്കരയല്ലതാ. ആ ക്യാമറ കൊണ്ടേ സാറല്ല, വീഡിയോ എടുത്ത് തന്നാ മതി. നീ വാസു, നിന്നോടില്ല വാസു. കിബിർ പായാൻ കഴിയാത്തോണ്ട് അങ്ങോട്ട് പോയി. ഞങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ട്, നമ്മ ഡിസ്റ്റർബ് ആക്കുന്നില്ല, കുടിച്ചോട്ട് അല്ലേ? ഇതിലെ ഇവിടെ കാണുന്നുണ്ടോ? ഈ സാധനം മരത്തിലുണ്ടാക്കിയതാണ്. സിംഹം, ഭയങ്കര സംഭവല്ലേ? എന്താ CAT കാട്ടുപൂച്ച എന്ന് പറഞ്ഞ സംഭവം ഇതാണ്. ഒക്കെ ഇതിനകത്തൊക്കെയാണ്. 200 രൂപക്ക് വേർത്താണ് കേട്ടോ. 200 രൂപ കൊടുത്ത് വരുന്നതിൽ നഷ്ടമൊന്നുമില്ല. അത്യാവശ്യം കാണാനുണ്ട്. ഓരോ വണ്ടിയായിട്ടാണ് ഈ സംഭവം വരുന്നത് കേട്ടോ. അതായത് ഒരു ബഗ്ഗി നമ്മൾ ഇറക്കിയതിന് ശേഷം അത് പോയിട്ട് അതായത് പോകുന്നതെന്ന് വെച്ചാൽ ഇറക്കിയ സ്ഥലത്ത് നിന്ന് ആൾക്കാരെ കയറ്റി അത് പോകും. ഇങ്ങനെ വണ്ടി ഇങ്ങനെ കണ്ടിന്യൂ ആയി ഇങ്ങനെ പോയിക്കൊണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ സംഭവം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഓടിക്കൊണ്ടുണ്ട്. സംഭവം പൊളിയാണ് അല്ലേ? ഇക്കുറിച്ച അടിപൊളിയാണ്. ഉറക്കാന്നല്ലേ? 200 രൂപക്ക് വേർത്താണ്. നമുക്ക് വേണ്ടി മാത്രം മോദി ഒരു ബസ്. മോദി നമുക്ക് വേണ്ടി ഒരു ബസ് തന്നു ഗൈസ്. 4 പേര് മാത്രം, വേറെ ആരുമില്ല. ഡാമിലേക്ക് നമുക്ക് വേണ്ടി ഒരു ബസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരും. തുടക്കമായതുകൊണ്ട് ചെറിയ എന്താ പറയുക, പറയുന്ന വാക്കുകൾ മനസ്സിലാവാത്തത് അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. താങ്ക് യു.